മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു മൊഡ്യൂളിൽ ടോപ്പിക്കിൻ്റെ 1ഉം 3ഉം മൊഡ്യൂളുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിന് 5 മാർക്കാണ് അതിൽ നിന്ന് വരുന്നത്. അങ്ങനെ 5 മാർക്ക് വരുന്നതിൽ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. ഡിസൈൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പൈലറ്റ് ആൻഡ് ലാർജ് സ്കെയിൽ സർവേ, നാഷണൽ സാമ്പിൾ സർവേ, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം ഇൻ ദ കൺട്രി, ലാൻഡ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ്, CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, NSSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ ആൻഡ് ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കലും NSSO ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടോപ്പിക്കും കൂടെ പറയുന്നുണ്ട്, NFHS എന്ന് പറഞ്ഞിട്ട്. NFHS നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ്. അതും ഈ NSSOയുടെ അണ്ടറിലാണ് അത് വരുന്നത്. ഈ ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമിൻ്റെ വേറെ ഏതോ ഒരു മൊഡ്യൂളിൽ ആ ഒരു ഭാഗം മാത്രം കിടക്കുന്നത് കൊണ്ട് അതും കൂടെ ഞാൻ ഇതിലേക്കാണ് ഇട്ടിരിക്കുന്നത്. പറയാൻ കുറച്ച് എളുപ്പമുള്ളതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഡിസൈൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പൈലറ്റ് ആൻഡ് ലാർജ് സ്കെയിൽ സർവേസ് എന്നാണ്. അപ്പോൾ 2 സർവേകളാണുള്ളത്, പൈലറ്റ് സർവേയും ലാർജ് സ്കെയിൽ സർവേയും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ മനസ്സിലാവും നമുക്ക്. ലാർജ് സ്കെയിൽ സർവേ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പോപ്പുലേഷനും മൊത്തത്തിലുള്ളൊരു സർവേനെയാണ് പറയുന്നത്, ഹോൾ പോപ്പുലേഷൻ്റെ സർവേ ആണ്. ഇനി പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. പൈലറ്റ് സർവേ, എ പൈലറ്റ് സർവേ ഈസ് എ സ്ട്രാറ്റജി യൂസ്ഡ് ടു ടെസ്റ്റ് ദ ക്വസ്റ്റ്യനെയർ യൂസിങ് എ സ്മോളർ സാമ്പിൾ കമ്പയർഡ് ടു ദ പ്ലാൻഡ് സാമ്പിൾ സൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വലിയൊരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ്റെ മൊത്തം പോപ്പുലേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇന്ത്യൻ്റെ മൊത്തം പോപ്പുലേഷൻ എങ്ങനെയാണ്? ഓരോ സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റിനെ ഡിസ്ട്രിക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ പഞ്ചായത്തുകൾ, അത്രയും സ്മോൾ സാമ്പിൾസാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു പൈലറ്റ് നമ്മളൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നായിട്ടൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ അല്ല ചെയ്യുക. ആദ്യം എന്ത് ചെയ്യും? നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സാമ്പിൾ സൈസിൻ്റെ ഒരു ചെറിയൊരു പോർഷനിൽ ആ ക്വസ്റ്റ്യനെയർ ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് ആ ക്വസ്റ്റ്യനെയറിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ആ പൈലറ്റ് സർവേ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും നമ്മളെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്, എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈലറ്റ് സർവേ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെയറിനെ ഒന്നും കൂടി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാമ്പിൾ സർവേയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പ് ഓഫ് സാമ്പിൾ സർവേ ആണ് എന്ത് ശരിക്കും? പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. In this phase of counting a survey, the questionnaire is administered to a percentage of the total sample population or in more ഇൻഫോർമൽ കേസസ്, ഇത് വളരെ ഫോർമലായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, വളരെ ഇൻഫോർമലായിട്ട് കേസസ് ജസ്റ്റ് ടു എ കൺവീനിയൻറ്റ് സാമ്പിൾ. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സാമ്പിൾ എടുത്തിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സാമ്പിളിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ അത്രയേ എടുക്കുള്ളൂ. അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈലറ്റ് സർവേ നടത്തുന്നത്. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യനെയറുകളൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത സാമ്പിളിലേക്ക് അതങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഡാറ്റ കളക്ട് ചെയ്യുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ പഞ്ചായത്തിലെയും ഡാറ്റ കളക്ട് ചെയ്യുന്നു. പിന്നെ എന്താ ഡിസ്ട്രിക്ട് തലത്തിലേക്കാവും, പിന്നെ സ്റ്റേറ്റ് വൈസ് ആവും. ദെൻ അത് നമ്മളെ കൺട്രിക്ക് വേണ്ടിയുള്ള മൊത്തം സാമ്പിളായിട്ട് മാറും, സാമ്പിൾ സെലക്ഷനായിട്ട് മാറും. അതാണ് ലാർജ് സ്കെയിൽ സർവേ. എ ലാർജ് സ്കെയിൽ സർവേ ഈസ് എനി സർവേ ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ടു 1 or more ഫുൾ പോപ്പുലേഷൻസ്. ആ കംപ്ലീറ്റ് പോപ്പുലേഷൻ്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് എന്ത് പറയുന്നത്? ലാർജ് സ്കെയിൽ സർവേ. ഇപ്പോൾ പോപ്പുലേഷൻ സർവേ ഒക്കെ എന്താ ശരിക്കും? പോപ്പുലേഷൻ സർവേ ഓരോ 10 ഇയറിലും നടത്തുന്ന പോപ്പുലേഷൻ സർവേ ഒക്കെ ലാർജ് സ്കെയിൽ സർവേ ആണ്. കാരണം ഇന്ത്യൻ്റെ മൊത്തം ഒരു പിക്ചറാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇൻ സ്മോൾ സർവേസ് ദ ഫൈനൽ എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഇൻഫർമേഷൻ കളക്റ്റഡ് ഫോർ സാമ്പിൾ യൂണിറ്റ്സ് ഓഫ് ഡെഫിനിറ്റ് സൈസ് ലൊക്കേറ്റഡ് അറ്റ് റാൻഡം. മനസ്സിലായല്ലോ? നമ്മുടെ ഡെഫിനിറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സാമ്പിൾ സൈസാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ എസ്റ്റിമേറ്റ് ഉണ്ടാവും. എന്നിട്ട് പറയും ഇന്ത്യൻ്റെ പോപ്പുലേഷൻ്റെ ഇല്ലേ ഡെത്ത് റേറ്റ് ഇത്രയാണ്, ബർത്ത് റേറ്റ് ഇത്രയാന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ? ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ എങ്ങനെയാണ്? ഈ പൈലറ്റ് സർവേ ഒക്കെ നടത്തിയതിന് ശേഷം
നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്മോൾ സാമ്പിൾ സർവേനെ ഒരു ഡെഫിനിറ്റ് സാമ്പിൾ സൈസിൽ സർവേ നടത്തിയതിന് ശേഷമാണ് ഇൻഫറൻസ് പറയുന്നത്. ലാർജ് സ്കെയിൽ വർക്ക് ഇൻവോൾവ്സ് ജേർണി ഫ്രം വൺ സാമ്പിൾ യൂണിറ്റ് ടു അനദർ സോ ദാറ്റ് ബോത്ത് കോസ്റ്റ് ആൻഡ് പ്രിസിഷൻ ഓഫ് ദ റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ്. എന്താ കോസ്റ്റും പ്രിസിഷനും? കോസ്റ്റും നമുക്ക് കുറഞ്ഞിരിക്കണം, പ്രിസിഷൻ എന്താവണം, മോർ പ്രിസൈസ് ആയിരിക്കണം. ആ പ്രിസൈസ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൈലറ്റ് സർവേ നടത്തുന്നത്. ഇപ്പം നമുക്ക് 1000 ആളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 100 ആളിൻ്റെ സാമ്പിളിലായിരിക്കും സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ 100 ആൾക്കും ക്വസ്റ്റ്യനർ കൊടുക്കില്ല, അതിൽ നിന്നൊരു 10 പേർക്ക് കൊടുത്ത് പൈലറ്റ് സർവേ നടത്തും. ആ പൈലറ്റ് സർവേയിൽ ക്വസ്റ്റ്യനെയർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ 100 പേർക്ക് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താവും, മോർ പ്രിസൈസ് ആവുകയും ചെയ്യും, കോസ്റ്റ് കുറയുകയും ചെയ്യും. കാരണം ആദ്യത്തെ 100 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ക്വസ്റ്റ്യനൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പിന്നെയും പ്രിൻറ്റ് ചെയ്യണ്ടേ, അതിന് വേറൊരു ഒഫീഷ്യൽ വിങ് വേണ്ടേ അതൊക്കെ പ്രിൻറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അത്രയും കോസ്റ്റ് കുറയ്ക്കുക. അതാണ് ഗവൺമെൻറ് കോസ്റ്റ് കുറച്ച് പ്രിസൈസ് കൂട്ടി ചെയ്യുന്നതാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ആസ് വെൽ ആസ് ദ നമ്പർ ഓഫ് സാമ്പിൾ യൂണിറ്റ്സ്. അതാണ് ഈ പൈലറ്റ് സർവേയും ലാർജ് സ്കെയിൽ സർവേയും തമ്മിലുള്ള വ്യത്യാസം. ഇനി പൈലറ്റ് സർവേ refers to a strategy that is used for testing a certain technique of sampling on a smaller sample than the intended സാമ്പിൾ സൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇൻറ്റൻഡഡ് ആയിട്ടുള്ള സാമ്പിൾ സൈസിനേക്കാൾ ചെറിയൊരു സൈസ്. ഇപ്പോൾ 1000-നെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ 100 സാമ്പിൾ സൈസുള്ള ഒരു 5 സാമ്പിളാണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കും. 5 സാമ്പിളാണ് എടുക്കേണ്ടതെങ്കിൽ പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യില്ല, 100 സൈസുള്ളത് എടുക്കില്ല, ഒരു 10 സൈസുള്ള പൈലറ്റ് സർവേ നടത്തും. ഇൻറ്റൻഡഡ് സാമ്പിൾ സൈസിനേക്കാൾ ചെറിയൊരു സാമ്പിളിനെ എടുത്ത് ചെയ്യുന്ന പറഞ്ഞത്. Pilot survey is also known as feasibility study or experimental trial. It is very important. Pilot survey is also known as feasibility study or experimental trial ആണ്. ഇതൊരു 1 word ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നൊരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈലറ്റ് സർവേ. ദർ ആർ 2 types ഓഫ് പൈലറ്റ് സർവേ അക്കോർഡിംഗ് ടു ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി റെസ്പോണ്ടൻസ്. ഇവിടെ റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ആയിരിക്കും അല്ലേ. ആ റെസ്പോണ്ടൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പൈലറ്റ് സർവേ 2 types ഉണ്ട് എന്നാണ് പറയുന്നത്. അൺഡിക്ലെയർഡ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ആണ്. ഇൻ ആൻ ഡിക്ലെയർഡ് പൈലറ്റ് സർവേ യു അഡ്മിനിസ്റ്റർ ദ സർവേ ടു എ സെർട്ടൈൻ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ്. നമ്മളാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. എത്രയാ, സെർട്ടൈൻ. അത് അൺഡിക്ലെയർഡ് ആണ്, നമ്മൾ ആദ്യം പറയുന്നില്ല, ഡിക്ലെയർ ചെയ്യാതെ പോയി നടത്തുന്നതാണ് അൺഡിക്ലെയർഡ് ഓഫ് ദ as if it is the real and full scale survey, not a pre-test one. ഒരു പ്രീ ടെസ്റ്റ് ചെയ്യുന്നതല്ല, അൺഡിക്ലെയർഡ് ആയിട്ട് നടത്തുന്നതും. മറ്റേത് പാർട്ടിസിപ്പേറ്ററി ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിനൊക്കെ വലിയ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഒന്നും വേണ്ട, പക്ഷെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇനിയാണ് NSSO എന്ന് പറയുന്നൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കുറേ പറയും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. ഈ ഒരു നാഷണൽ NSSL നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, ISS എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതുപോലെ IES, ഇന്ത്യൻ എക്കണോമിക് സർവീസ്. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ NSSOൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഹെഡഡ് ബൈ ഡയറക്ടർ ജനറൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ട് ഓഫ് ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേ ഇൻ ഡൈവേഴ്സ് ഫീൽഡ്. എല്ലാ ഫീൽഡിലും, അതിപ്പോൾ എക്കണോമിക്കലി ആയിരിക്കാം അല്ലേ, ഹൗസ് ഹോൾഡ് സർവേ എന്നാണ് പറയുന്നത്. അവിടുത്തെ വരുമാനത്തിനെ കുറിച്ച് പഠിക്കാം, പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാം, അവിടുത്തെ മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡർ എത്രയുണ്ട് എന്ന് പഠിക്കാം, കുട്ടികളുടെ എണ്ണങ്ങളെ കുറിച്ച് പഠിക്കാം, അവരുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ലിറ്ററസി, അതൊക്കെ നമ്മൾ നോക്കുന്ന അങ്ങനെ ഡൈവേഴ്സ് ഫീൽഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. അപ്പോഴല്ലേ നമ്മൾ പറയുന്നത് ലിറ്ററസിയിൽ ഇത്രയും കൂടുതലുള്ള കേരളമാണ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയും ഡൈവേഴ്സ് ഫീൽഡിൽ സ്റ്റഡി നടത്തുന്നതുകൊണ്ടാണ്. പ്രൈമർലി ഡാറ്റ ആർ കളക്റ്റഡ് ത്രൂ ആണല്ലോ, നാഷൻ വൈഡ് ഹൗസ് ഹോൾഡ് സർവേസ് ഓൺ വേരിയസ് സോഷ്യോ എക്കണോമിക് സബ്ജക്ട്സ്. സോഷ്യോ എക്കണോമിക് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, വരുമാനത്തിനെ കുറിച്ച്, ഇൻകത്തിനെ കുറിച്ചും പറയാൻ പറ്റും നമുക്ക്. സോഷ്യോ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ജെൻഡർ, എല്ലാ കാര്യവും. ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എക്സെട്ര. ഇതൊക്കെ എന്താ, ബിസിനസ് അല്ലെ ഇൻഡസ്ട്രീസ്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഹോൾ
ഫീൽഡിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് നടത്തുന്നത് ഈ NSSO നടത്തുന്നത്. അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ NSSO എന്ന് പറയുന്നത്. ബിസൈഡ്സ് ദീസ് സർവേ, ഇതൊന്നും കൂടാതെ NSSO കളക്ട്സ് ഡാറ്റ ഓൺ റൂറൽ ആൻഡ് അർബൻ പ്രൈസസ് അല്ലേ, റൂറൽ ഏരിയയും അർബൻ ഏരിയയിലെയും പ്രൈസസും ആൻഡ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ത്രൂ സൂപ്പർവിഷൻ ഓഫ് ഏരിയ എന്യൂമറേഷൻ ആൻഡ് ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേസ് ഓഫ് ദ സ്റ്റേറ്റ് ഏജൻസീസ്. അപ്പോൾ സോഷ്യോ എക്കണോമിക് സർവേസിൽ നമ്മൾ പറയില്ലേ, വീറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, റൈസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ക്രോപ്പ് എസ്റ്റിമേഷനും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഡിവേഴ്സ് ഫീൽഡ് ഓഫ് ഓൾ ഇന്ത്യ ബേസിസ് എന്ന് പറയുന്നത്. ഈ ഒരു അനാലിസിസും കൂടെ നടത്തിയാൽ പിന്നെ പ്രത്യേകം എന്ത് വേണ്ട, ഒരൊറ്റ ഡാറ്റ കളക്ഷനെ എടുക്കുകയുള്ളൂ. അതിനെ പിന്നെ എന്താവും, സെക്കൻഡറി ഡാറ്റയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ് എ ഫ്രെയിം ഓഫ് അർബൻ ഏരിയ യൂണിറ്റ്സ് ഫോർ യൂസ് ഇൻ സാമ്പിൾ സർവേ ഇൻ അർബൻ ഏരിയ. റൂറൽ ഏരിയയിലെ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ എല്ലാ എസ്റ്റിമേഷനും നടത്തുമ്പോൾ അതുപോലെ തന്നെ അർബൻ ഏരിയയിലും ഉണ്ടാവുമല്ലോ ഒത്തിരി. അർബൻ ഏരിയയിൽ പിന്നെ എന്തുണ്ടാവില്ല, കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല. ബാക്കി കാര്യങ്ങൾ അതെന്തൊക്കെയാ, ആനുവൽ ഇൻഡസ്ട്രീസിൻ്റെ ഡാറ്റകൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അതാണ് NSSOൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? NSSO ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ സർവേ ആണ്. ഡയറക്ടർ ജനറൽ ആണ് ഇതിൻ്റെ റെസ്പോൺസ് ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ ഹെഡഡ് ബൈ ഡയറക്ടർ ജനറൽ ആണ്. കണ്ടക്റ്റഡ് ഫോർ ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേ ആണ്. ഇറ്റ് ഈസ് എൻ ഹൗസ് ഹോൾഡ് സർവേ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. NSSO കണ്ടക്ട് എ ഡാഷ് സർവേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൗസ് ഹോൾഡ് സർവേ ആണ്. അവിടുത്തെ ഓരോ വീട്ടിലെ എല്ലാ കാര്യങ്ങളെയും കളക്ട് ചെയ്ത് എന്ത് ചെയ്ത് അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും കളക്ട് ചെയ്താൽ ആ രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു ഇൻഫറൻസും നമുക്ക് കിട്ടും. ഇനി അടുത്തത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അതിനാണ് എന്ത് പറയുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്. പലർക്കും പക്ഷേ അത്ര അവയർനെസ് ഇല്ലാത്തൊരു മിനിസ്ട്രിയും കൂടെ. ഇങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPI. ഓക്കെ, ഈ ഒരു മിനിസ്ട്രിക്ക് 2 പാർട്സാണുള്ളത്. ഇറ്റ് ഹാസ് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്, വൺ റിലേറ്റിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്, അതാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആൻഡ് അതർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ്? ഇറ്റ് ഈസ് ദ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയാണ്. അതാണ് ഡെഫിനേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത്തരം കണ്ട കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയും അതിനെ എന്താ പറയുക അറേഞ്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യണം അല്ലേ. ഓരോ സ്റ്റേറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയണം. അതാണ് ഈ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാവിങ് ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. അതിന് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പ്ലസ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാനപ്പെട്ട വിങ്ങുകളാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതിനാണ് നമ്മൾ NSO എന്ന് പറയുന്നത്. വിച്ച് കൺസിസ്റ്റ് ഓഫ്, ഈ NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ ആരൊക്കെ ഉണ്ട്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരുന്നുണ്ട്, CSO വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സെൻറ്റർ വരുന്നുണ്ട്. കാരണം എന്താ, ഇത്രയും ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് അതിനെ കമ്പൈൽ ചെയ്യണം, അനലൈസ് ചെയ്യണം, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററായിട്ട് തന്നെയൊരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും വരുന്നുണ്ട്, അതാണ് NSSO എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? മിനിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി തന്നെ ഉണ്ട് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന്. ഇതിന് ഒത്തിരി റീജിയണൽ സെൻറ്ററുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഈ ഒരു മിനിസ്ട്രിയിൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. 2 ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാ? ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും അനദർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനുമാണ്. അപ്പോൾ ഏതൊക്കെയാ? സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, പിന്നെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാവിങ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അബ്രീവിയേഷൻ പഠിച്ചിരിക്കണം. NSO, നാഷണൽ
സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പിന്നെ എന്താ ഉള്ളത്? കമ്പ്യൂട്ടർ സെൻറ്റർ. അത് കഴിഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO. ഇത്രയും 3 കാര്യങ്ങളാണ് ആർക്കുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന് ഉള്ളത്. ഇതൊക്കെ NSOൻ്റെ ആളുകളാണ് അല്ലേ? ആരൊക്കെയാ? NSO ഹാസ് CSO ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ട്, NSSO ഉണ്ട്. അപ്പോൾ NSO എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. വിച്ച് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, കമ്പ്യൂട്ടർ സെൻറ്റർ ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോൾ അങ്ങനെ 3 സബ് ഡിവിഷൻസാണ് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ആരുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ വിങ്സ് ഹാസ് 3 ഡിവിഷൻസ്. ഇതിനും 3 ഡിവിഷൻ ഉണ്ട്, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനും 3 ഡിവിഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഫസ്റ്റിലത്തത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡിവിഷനാണ്. 20 പോയിൻ്റ് പ്രോഗ്രാംസ്. അത് 20 പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ട. 20 പോയിൻറ്റ്സ് പ്രോഗ്രാം എന്ന് അറിഞ്ഞിരുന്നാൽ മതി. 20 പോയിൻറ്റ്സ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററി ആൻഡ് പ്രൊജക്റ്റ് മോണിറ്ററിംഗ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് ആൻഡ് പ്രൊജക്റ്റ് മോണിറ്ററിംഗ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിരിക്കണം, ഈ പ്രൊജക്റ്റിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം ഉണ്ടാവും. കാരണം ആ ലോക്കൽ ഡെവലപ്മെൻറ്റ് ഏരിയ സ്കീമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെ ഓരോ ലൊക്കാലിറ്റി ലോക്കൽ പാർലമെൻറ്റിലേക്കുള്ള ആളുകൾ വന്നാലേ ആ ഒരു സ്റ്റേറ്റിൻ്റെ മനസ്സിലാവുള്ളൂ. ആ സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് പറയുന്നത്? സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. Beside these 2 wings, there is a National Statistical Commission created through a resolution of Government of India. MOSPI അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് 1 autonomous institute. അതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ISS എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു എന്താ നമ്മൾ പറഞ്ഞത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനിൽ 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റേത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാവിങ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഈ NSOയും CSO ഒന്നും മാറിപ്പോരുത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണുള്ളത്. അതൊരു വലിയൊരു ഓഫീസാണ്. അവിടെയാണ് ആര് വരുന്നത്? വിച്ച് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, കമ്പ്യൂട്ടർ സെൻറ്റർ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ, NSOൻ്റെ കീഴിലാണ് ഈ 3 ഓഫീസുകളും വരുന്നത്. ദെൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനും എന്തുണ്ട്? ഇതുപോലെ 3 ഡിവിഷൻസ് ഉണ്ട്. 20 പോയിൻ്റ് പ്രോഗ്രാം ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് ആൻഡ് പ്രൊജക്റ്റ് മോണിറ്ററിംഗ് ഉണ്ട്, പിന്നെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് MPൻ്റെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. നമ്മൾ MP ഫണ്ട് എന്നല്ലേ നമുക്ക് ഓരോരോ നാടിന് ഓരോന്ന് കിട്ടുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ റോഡ് വേണമെന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? ഈ MP ഒരു MPൻ്റെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ. ബിസൈഡ്സ് ദീസ് 2 വിങ്സ് ദർ ഇസ് എ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. ഈ 2 വിങ്ങും അല്ലാണ്ട് MOSPIയിൽ എക്സ്ട്രാ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏത്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഈസ് ISI, ഡിക്ലെയർഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ആക്ട് കൊണ്ട് വന്നതാണത്. ഓക്കെ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ is the nodal agency for the planned development of the statistical system in the country. അപ്പോൾ ഇതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാ? CSO ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ NSO CSO എന്നൊക്കെ തരും. NSO CSO NSSO ഇങ്ങനെയൊക്കെ തന്നിട്ട് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ തരും. മാറിപ്പോരുത്. ആരാണ്? CSO ആണ്. CSOൻ്റെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് എന്ത് വരുന്നത്?
നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആരാണ്? CSO ഈസ് ദ നോഡൽ ഏജൻസി ഫോർ ദി പ്ലാൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ ദ കൺട്രി. CSO. അപ്പോൾ കൺട്രീൻ്റെ ആയതുകൊണ്ട് CSO, സി എന്ന് ഓർത്ത് വെക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലൂ ഇട്ട് ഓർത്ത് വെക്കണം. ഇൻ ദ കൺട്രി. ദ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനാണ് DES, ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡിസ്ട്രിക്ട് ആൻഡ് ഇൻ ദ റീജിയൻ ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്? ശരിക്കും ഡിസ്ട്രിക്ട് വൈസിലാണ് ഇതൊക്കെ നടത്തുന്നത്. ഡിസ്ട്രിക്ട് വൈസിൽ നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റേറ്റ് വൈസ് കിട്ടും. ദെൻ അതിനെ കോർഡിനേറ്റ് ചെയ്താൽ നാഷണൽ വൈസ് കിട്ടും. ഇനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. ഇതൊരു വലിയൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒത്തിരി സാധ്യതകളുള്ളൊരു കോഴ്സും കൂടിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ഒത്തിരി പോസ്റ്റ് വിളിക്കുന്നത് ISSൻ്റെ ഭാഗമായിട്ടാണ്. ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക് സിസ്റ്റം ഈസ് ഇറ്റ്സ് മേജർ കോമ്പണൻറ്റ്. ഭയങ്കര കാരണം ഈ ഒരു ഡാറ്റകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണല്ലോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു രാജ്യത്തിൽ. ഇറ്റ് ഈസ് ലാറ്ററലി ആൻഡ് വെർട്ടിക്കലി ഡീസെൻട്രലൈസ്ഡ്. ഇതൊരു സെൻട്രലൈസ്ഡ് മാത്രമല്ല നടത്തുന്നത്. കാരണം എന്താ? ഒരു സെൻട്രൽ മാത്രം ഇരുന്നത് ചെയ്യാൻ പറ്റില്ല. ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പഞ്ചായത്തിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റൊക്കെ എവിടെയാണ് വരുന്നത്? ഓരോ ബ്ലോക്കിലാണ് വരുന്നത് അല്ലേ. പിന്നെ സ്റ്റേറ്റ് വൈഡ് എന്തായി? റിസർച്ച് ഓഫീസർ വരും, റിസർച്ച് അസിസ്റ്റൻ്റ് വരും. ഇതൊക്കെ ക്രോഡീകരിച്ച് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണിത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. കാരണം മനുഷ്യനെ കുറിച്ചുള്ള ഓരോ ഈ രാജ്യത്ത് ജീവിക്കുന്ന മൊത്തം ആളുകളെ കുറിച്ച് എന്ത് ചെയ്യണം? സ്റ്റഡി നടത്തണം. അപ്പോൾ നമുക്ക് സെൻട്രലൈസ്ഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് എ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ISS ഈസ് എ സെൻട്രലൈസ്ഡ് സ്കീം, ഇറ്റ് ഈസ് എ ഡീസെൻട്രലൈസ്ഡ് സ്കീം ഒക്കെ പറയുമ്പോൾ ഏതാ? ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇത്രയും ഡിസ്കസ് ചെയ്ത് പറയുന്നത് ഞങ്ങൾക്കൊരു ഓപ്ഷൻ കണ്ടാൽ ഇതല്ല ഓപ്ഷൻ എന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ. ഓക്കെ. ഇൻ ഇറ്റ് നോട്ട് ഓൺലി ഡാറ്റ കളക്ഷൻ ബട്ട് ഓൾസോ കമ്പൈലേഷൻ, പ്രോസസ്സിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് റിസൾട്ട്സ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ സ്റ്റേറ്റ്സ് ഓർ ദി സെക്ടേഴ്സ്. ശരിയാണല്ലോ. എന്തുകൊണ്ടാണ്? ഡാറ്റ കളക്ട് ചെയ്യൽ മാത്രമല്ല, അതിനാണല്ലോ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കമ്പൈൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ ഓരോ ബ്ലോക്കിലെയും ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ബ്ലോക്കിലെയും കൂടിയും കമ്പൈൽ ചെയ്യുന്നു. അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് പ്രിപ്പയർ ചെയ്യുന്നത് റിസൾട്ട്. അപ്പോൾ അതങ്ങനെ റിസൾട്ട് ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മൊത്തമായി, കേരളത്തിൻ്റെ മൊത്തമായി, അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ മൊത്തമായി, അങ്ങനെ ചെയ്ത് ആ ഒരു സെൻട്രൽ സ്കീമിലേക്ക് അത് എത്തിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ദ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്സ് ഓഫ് ഇപ്പം മിനിസ്ട്രി ഓഫ് MOSPIക്ക് 2 വിങ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്ങും ഉണ്ട്, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ വിങ്ങും ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്ങിൽ എന്താ ഉള്ളത്? സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്ങിൽ എന്താ ഉണ്ടായിരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാവിങ് ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO. അതിൻ്റെ ഓഫീസുകളാണ് എന്ത് വരുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, കമ്പ്യൂട്ടർ സെൻറ്റർ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, അതാണ് MOSPI എന്ന്. ഇതിൻ്റെ ചിലപ്പോൾ അബ്രീവിയേഷനൊക്കെ ചോദിക്കാം എക്സാമിന്. കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO, നാഷണൽ സാമ്പിൾ സർവേ NSSO ആൻഡ് കമ്പ്യൂട്ടർ സെൻറ്റർ. ഇതിൻ്റെ മെയിൻ കോമ്പണൻറ്റുകളാണ് ഇതൊക്കെ. ഓക്കെ. ഫസ്റ്റ് റിമാർക്ക്. ഈ റിമാർക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ റിമാർക്കാക്കി തന്നെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനൊരു നോട്ട്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്രയാസം, അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. ഫസ്റ്റ് റിമാർക്ക്. The Ministry of Statistics and Program Implementation came into existence as an independent ministry. ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മിനിസ്ട്രി ആയിരുന്നില്ല. അതെപ്പോഴാണ് അങ്ങനെ ഒരു മിനിസ്ട്രി ഓർഗനൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഒക്ടോബർ 15, 1999. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനൊരു മിനിസ്റ്ററിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, എപ്പോഴാണ് ഇത് കെയിം ചെയ്യുന്നത് എന്നുള്ളത്. ആഫ്റ്റർ ദി മേർജ് ഓഫ്, കാരണം കണ്ടില്ലേ ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി എന്നാ പറയുന്നത്. റിമാർക്ക് 1, ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ MOSPI. ഇങ്ങനൊരു മിനിസ്ട്രി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇൻഡിപെൻഡന്റ് ആയിരുന്നില്ലായിരിക്കാം. ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി ഓൺ ഒക്ടോബർ 15, 1999. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. ആഫ്റ്റർ ദി മേർജ് ഓഫ്, അതാ പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് അല്ലായിരുന്നു ആദ്യം. ആഫ്റ്റർ ദി മേർജ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇതൊരു മിനിസ്ട്രി ആയിട്ടല്ല ഉണ്ടായത്, 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കാം അതിനെ 2നെ മേർജ് ചെയ്തതിന് ശേഷം എന്താക്കി, അതൊരു മിനിസ്ട്രി ആയിട്ട് തന്നെ വെച്ച്. ഒരു മിനിസ്ട്രി ആകുമ്പോൾ പ്രത്യേകം എന്താ, അതിന് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തുണ്ടാവും, ഒരു മിനിസ്റ്റർ ഉണ്ടാവും അല്ലേ, മിനിസ്റ്റർ ഉണ്ടാവും, അതിനൊരു ചെയർമാനൊക്കെ ഉണ്ടാവും. അത് ഇച്ചിരിയും കൂടി എന്തായി ഓതൻറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ദ മിനിസ്റ്ററി ഹാസ് 2 wings, one relating to statistics and other relating to program implementation. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഈ മിനിസ്റ്ററിക്ക് 2 വിങ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യമായി ഇത് എക്സിസ്റ്റ് ചെയ്തത് എപ്പോഴാണ്, ഒക്ടോബർ 15, 1999. ദ പ്രസൻറ്റ് മിനിസ്റ്റർ ഓഫ് MOSPI ഈസ് റാവോ ഇന്ദ്രജിത് സിംഗ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു റിസർച്ച് ഓഫീസറിൻ്റെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. റാവോ ഇന്ദ്രജിത് സിംഗ് ആണ് പ്രസൻറ്റ് മിനിസ്റ്റർ. ശ്രീ സൗരഭ് ഗാർഗ് ഈസ് ദ സെക്രട്ടറി ഓഫ് MOSPI. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സൗരഭ് ഗാർഗും ഇതിൻ്റെ പ്രസൻറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് റാവോ ഇന്ദ്രജിത് സിംഗുമാണ്. അപ്പോൾ മറക്കൂലല്ലോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ സാമ്പിൾ സർവേ ആൻഡ് കമ്പ്യൂട്ടർ സെൻറ്റർ ആണല്ലോ. NSO എൻ്റെ വിങ്സാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് മിനിസ്റ്റർ റാവോ ഇന്ദ്രജിത് സിംഗ് ആണ്. പിന്നെ വരുന്നത് ശ്രീ സൗരഭ് ഗാർഗ് ഈസ് ദ സെക്രട്ടറി ഓഫ് MOSPI ആണ്. പിന്നെ പറയുന്നൊരു കാര്യം, ഈ ഒരു മിനിസ്ട്രി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തത് 1999 ഒക്ടോബർ 15 അതെങ്ങനെയാണ് ഉണ്ടായത്, ദ മേർജ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO. NSO ഉണ്ട്, CSO ഉണ്ട്, മാറിപ്പോരുത്. CSO വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1951. അപ്പോൾ ഇത് 1950, ഇത് ഇത്തിരി മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സിസ്റ്റമാണ് CSO. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1951. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സോ 1999. അത് ലേറ്റസ്റ്റ് ആയിട്ട് ആ മിനിസ്ട്രി ഉണ്ടായത്. പക്ഷേ ഈ ഓഫീസൊക്കെ ഉണ്ടായിട്ട് കുറേ മുന്നേ തന്നെ ഉള്ളതാണ്. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് CSO ഈസ് പ്രൊഫസർ സുരേഷ് ടെണ്ടുൽക്കർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഈസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് CSO? സുരേഷ് ടെണ്ടുൽക്കർ. പ്രസൻറ്റ് മിനിസ്റ്റർ ഓഫ് MOSPI റാവോ ഇന്ദ്രജിത്ത് സിംഗ്. അങ്ങനെ പറഞ്ഞ് എന്നെ പഠിക്കുക, വായിക്കുമ്പോൾ പറയുക. ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ ബൈ ദ സെർച്ച് കമ്മിറ്റി ഹെഡഡ് ബൈ ഡെപ്യൂട്ടി ചെയർമാൻ, പ്ലാനിംഗ് കമ്മീഷൻ, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ approved the appointment of Professor Suresh Tendulkar as the first chairman of National Statistical Commission. അത് ചുമ്മാ അങ്ങോട്ട് നിയമിച്ചല്ല, ഇത് റെക്കമെൻഡേഷൻ ബൈ സെർച്ചിങ് കമ്മിറ്റിയാണ്. വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിനെ ഹെഡ് ചെയ്യുന്ന ഡെപ്യൂട്ടി ചെയർമാനും പ്ലാനിംഗ് കമ്മീഷനും എല്ലാവരും കൂടെ ചേർന്നാണ് സുരേഷ് ടെണ്ടുൽക്കറിനെ ഇത് ഫസ്റ്റ് ചെയർമാനാക്കി നിയമിച്ചത്. ഇനി ദ ഫസ്റ്റ് ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ H.J. Steer, an able specialist in national income accounting, pioneered the development of CSO. He is the founder of CSO. അപ്പോൾ CSOൻ്റെ ഫൗണ്ടർ ആരാ? സ്റ്റീറാണ്. CSOൻ്റെ ഫൗണ്ടർ എങ്കിലും അതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആയതാരാ? സുരേഷ് ടെണ്ടുൽക്കറാണ്. ചെയർമാൻ സുരേഷ് ടെണ്ടുൽക്കറും ഫൗണ്ടർ H.J. സ്റ്റീറുമാണ്. മറക്കരുത്. ഫസ്റ്റ് മിനിസ്റ്റർ റാവോ ഇന്ദ്രജിത് സിംഗ് ആണ് MOSPIയുടെ.
അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സൗരവ് ഗാർഗാണ്. സെക്രട്ടറി MOSPAൻ്റെ. ഇതൊക്കെ പ്രസൻ്റാണ്. പ്രസൻറ്റ് മിനിസ്റ്ററും പ്രസൻറ്റ് സെക്രട്ടറിയാണ്. ഇത് ഫസ്റ്റ് ചെയർമാൻ ഓഫ് CSO സുരേഷ് ടെണ്ടുൽക്കർ ആണ്. CSO എസ്റ്റാബ്ലിഷ് ചെയ്തത് 1951 പക്ഷേ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തതോ 1999 ഒക്ടോബർ 15 ഓക്കെ. ദ ഫസ്റ്റ് ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ H.J. Steer എനേബിൾഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. അതിലാണ് അയാൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് CSO, ദ ഫൗണ്ടർ ഓഫ് CSO. അപ്പോൾ ഫൗണ്ടർ ഓഫ് CSO മറന്നു പോകില്ലല്ലോ, H.J. Steer ആണ്. CSO ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡൽഹിയാണ്. ഡൽഹി ഒരുവിധം പെട്ട കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ തന്നെയായിരിക്കും അല്ലേ, നമ്മളെ ക്യാപിറ്റൽ അവിടെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഡൽഹിയിലാണ്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ISI കേട്ടിട്ടുണ്ടാവും. മഹലനോബിസ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. ആരാ മഹലനോബിസ്? ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ISI. അത് സെൻട്രൽ ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലായതുകൊണ്ട് വേറെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പല വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ISIയിൽ വെച്ചിട്ടാണ്. പക്ഷേ CSO ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയാണ്, മറക്കരുത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കമ്പൈലേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് സിൻസ് 1950. അപ്പോൾ IIP, ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കമ്പൈലേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ദ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സിൻസ് 1950. ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, പക്ഷെ ഇത് കേട്ടാൽ അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ കാര്യങ്ങളൊക്കെ CSO ആണ് അതിൻ്റെ റെസ്പോൺസിബിൾ ആയത്. എന്തിൻ്റെത്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഇൻഡെക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ CSO ആണ് സഹായിച്ചിരിക്കുന്നത് അല്ലേ. CSO ഈസ് ദ നോഡൽ ഏജൻസി ഫോർ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഓഫ് ദി കൺട്രി. CSO ആണ് നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ഏതിൻ്റെയാ? സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഓഫ് ദി കൺട്രി. ഈ ഒരു രാജ്യത്തിൻ്റെ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ആരാണ്? CSO. അതൊരു നോഡൽ ഏജൻസി ആയിട്ടാണത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് CSOനെ കുറിച്ച് പറയാനുള്ളത്. CSO കഴിഞ്ഞാൽ നമുക്ക് CSOൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ഇത് CSOൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം അത്ര 5 മാർക്കേ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വരുള്ളൂ. നമുക്ക് നോക്കാം. ഇൻ 1961 ഇപ്പോൾ CSO എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1951 51 റിപ്പബ്ലിക് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ തന്നെ അത് എസ്റ്റാബ്ലിഷ് ആയി. പക്ഷേ ഇൻ 1961 ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ സെൻട്രൽ ടെക്നിക് അഡ്വൈസറി കൗൺസിൽ ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് to serve as an advisory body for the Department of Statistics constituted during the same year. ഈ ഒരു 1961 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ സെൻട്രൽ ടെക്നിക്കൽ അഡ്വൈസറി കൗൺസിൽ. ഒരു അഡ്വൈസറി കൗൺസിലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓൺ സ്റ്റാറ്റിസ്റ്റിക്സിൽ. സെർവ് ആസ് ആൻ അഡ്വൈസറി ബോഡി ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഡ്യൂറിങ് ദ സെയിം ഇയർ. ഇൻ 1971 ദ എബോ കൗൺസിൽ വാസ് നെയിംഡ് ആസ്. ഒരു 10 വർഷം അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പേരൊന്ന് മാറ്റി. കോൺഫറൻസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അതിനാണ് COCSSO. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ എഴുതാൻ പറ്റണം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് COCSSO? കോൺഫറൻസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ 1961 ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റീനെ നിയമിച്ച് അതങ്ങനെ സെർവ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡ്യൂറിങ് ദ സെയിം ഇയർ. ആ വർഷങ്ങളിലൊക്കെ അത് ചെയ്തു. 1971 ആയപ്പം ദ എബോ കൗൺസിൽ വാസ് നെയിംഡ് ആസ് കോൺഫറൻസ് ഓഫ്
സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് സെൻട്രൽ മാത്രമല്ല, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും കൂടിയാണ്. ഓക്കെ. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് COCSSO വാസ് ഹെൽഡ് ഇൻ സെപ്റ്റംബർ 1971. ഇതൊക്കെ ഓർത്തിരിക്കണം. കോൺഫറൻസ് ഫസ്റ്റ് മീറ്റിംഗ് നടന്നപ്പോഴാണ് 1971. അപ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങൾ പഠിച്ചപ്പോൾ 1999 മിനിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തു. 1951 CSO എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ. 1971 എന്ത് വന്നത്? സെൻട്രൽ കോൺഫറൻസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയത്. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി കൃപാനരയൻ കമ്മിറ്റി. അങ്ങനത്തെ കമ്മിറ്റികളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ഈ കൃപാനരയൻ കമ്മിറ്റി ഏർലി ഇയേഴ്സ് 1980. ആ ഒരു കമ്മിറ്റി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ കമ്മിറ്റി ഉണ്ടാവുമല്ലോ ഓരോ സിസ്റ്റത്തിനും. ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നാഷണൽ അഡ്വൈസറി ബോർഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് NABS വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാ 1982. കാരണം ഇതിനൊന്നും ഭയങ്കരമായ വലിയ റോളുകളുണ്ട്. നിങ്ങൾ NSSOൻ്റെയും CSOൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്. എക്കണോമിക് സെൻസസ് നടത്തി. എ സ്കീം ഓൺ എക്കണോമിക് സെൻസസ് ആൻഡ് ഫോളോ അപ്പ് എൻ്റർപ്രൈസസ് സർവേ ഓഫ് ലോഞ്ച്ഡ് ബൈ CSO ഇൻ 1976. ഒരു എക്കണോമിക് സെൻസസ് അതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പോപ്പുലേഷൻ സെൻസസുകളാണ് നടത്തിയത് അത്രയും കാലം. പക്ഷേ ഈ ഒരു കോൺഫറൻസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ അണ്ടറിൽ കൃപാനരയൻ കമ്മിറ്റി എൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്കണോമിക് സർവേ നടത്താൻ തീരുമാനിക്കാം. ദ എക്കണോമിക് സെൻസസ്, അതിനാണ് EC എന്ന് പറയുന്നത്. എക്കണോമിക് സെൻസസ് വേർ കണ്ടക്റ്റഡ് ഡ്യൂറിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കണ്ടക്റ്റഡ് ഡ്യൂറിങ് 1977, പിന്നെ 80, 90, 98. അപ്പം ഫസ്റ്റിലത്തത് 77-ലും അവസാനത്തത് 98-ലുമാണ് എക്കണോമിക് സർവേ നടത്തിയത്. AB വാജ്പേയി ഒക്കെ ആയിരിക്കും നേരത്ത്. വാജ്പേയി ആയിരിക്കണം. വാജ്പേയി ഒന്ന് സെർച്ച് ചെയ്യണേ, ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി എന്നൊക്കെ ഉള്ളത്. ദ ഫസ്റ്റ് 1977-ലുള്ളതും ആൻഡ് ദ ഫോർത്ത്, ദ ലാസ്റ്റ് വണ്ണും 98-ൽ നടന്ന എക്കണോമിക് സെൻസസുകൾ ഇൻഡിപെൻഡൻ്റ്ലി കണ്ടക്റ്റഡ് ബൈ CSO ഇൻഡിപെൻഡൻ്റായിട്ട് കണ്ടക്ട് ചെയ്ത, വേറെ ഒരു ഹെൽപ്പും ഒന്നും ഒരു ഡാറ്റയും വേറെ യൂസ് ചെയ്യാതെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തന്നെ കണ്ടക്ട് ചെയ്ത 2 എക്കണോമിക് സർവേകളായിരുന്നു 1977-ലെയും 98-ലെയും, ഫസ്റ്റിലത്തെയും ലാസ്റ്റിലത്തെയും. എന്നാൽ സെക്കൻഡ് വൺ 1980-ഉം ആൻഡ് ദ തേർഡ് 1990-ൽ നടത്തിയ സർവേകൾ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ ഹൗസിംഗ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ഓഫ് 1981 ആൻഡ് 91 പോപ്പുലേഷൻ സെൻസസ്. അപ്പോൾ ഇത് എന്തുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു? 81-ലെയും 91-ലെയും സെൻസസ് അങ്ങനെയല്ലേ വരിക? 81, 91, 2001, 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസ്. അപ്പോൾ അതും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് വന്നത്? എക്കണോമിക് സർവേ വന്നത്. പക്ഷേ ആദ്യത്തേതും അവസാനത്തേതും എന്തല്ല, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡിപെൻഡൻറ്റ് സർവേ നടത്തിയത് ഏതൊക്കെ വർഷത്തിലെ എക്കണോമിക് സർവേ ആണെന്ന് ചോദിക്കാം. പിന്നെയുള്ളത് കുറച്ച് 4 വർഷങ്ങൾ തരും. ഇതിൽ ആരാണ് എക്കണോമിക് സർവേ, ഇതിലേത് വർഷമാണ് എക്കണോമിക് സർവേ അല്ലാത്തത്, നടത്താത്ത വർഷം എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ എന്ത് പറയണം? ഈ 4 ഇയറും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇപ്പം ഓപ്ഷൻ തരുന്നത് 1975, 1980, 1990, 1998. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ഈസ് നോട്ട് ഫോർ എക്കണോമിക് സർവേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 75 എക്കണോമിക് സർവേ ഇല്ലാത്തത് അല്ലേ? അപ്പോൾ 4 വർഷവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്ന് മനസ്സ് പറഞ്ഞു നോക്കുക. 77, പിന്നെ 80ഉം 90ഉം 98ഉം, ഇത്രയും 4 വർഷങ്ങളിലാണ് നടത്തിയിരിക്കുന്നത്. ഒരു റിമാർക്ക്: ദ എക്കണോമിക് സർവേ ഈസ് ഫിനാൻസ്ഡ്, പ്ലാൻഡ് ആൻഡ് ടെക്നിക്കലി സൂപ്പർവൈസ്ഡ് ബൈ MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ആ ഒരു മിനിസ്ട്രിയാണ് എന്ത് നടത്തിയിട്ടുള്ളത്? ഈ എക്കണോമിക് സർവേ നടത്താൻ സഹായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിലാണ് നടത്തിയത്. ബട്ട്
the field work, data entry and preparation of statewide result were done through the states. അപ്പം ഇത് സൂപ്പർവൈസ് ചെയ്തതും ടെക്നിക്കലിയും പ്ലാൻ ചെയ്തതും ഒക്കെ ആരാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണെങ്കിലും ഫീൽഡ് വർക്കും ഡാറ്റ എൻട്രി ചെയ്തതും അതിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് വൈഡ് റിസൾട്ട് ഒക്കെ ചെയ്തത് ആരാ? സ്റ്റേറ്റാണ് അത് ചെയ്തത്. അതുകൊണ്ട് എന്തല്ല, ഒരു സെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആയിട്ടല്ല ചെയ്തത്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് ചെയ്തത്. ഇനി അടുത്തതാണ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, ഇതിൻ്റെയൊക്കെ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NSSO എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് എക്സാമിനെ. അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞ് തന്നെ പഠിക്കുക. നാഷണൽ സാമ്പിൾ സർവേ ഇനീഷ്യേറ്റഡ് ഇൻ ദ ഇയർ 1950. ഇപ്പോൾ CSO ഇനീഷ്യേറ്റ് ചെയ്തത് എപ്പോഴായിരുന്നു? 1951. MOSPI 1999. എന്നാൽ NSSO 1950. അങ്ങനെ ഇയറുകളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ എക്കണോമിക് സർവേ നടന്നിരിക്കുന്നത്, എക്കണോമിക് സെൻസസ് നടന്നത് 1977, 80, 90, 98. ഇത്രയാണ് നമ്മൾ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇയറുകൾ. NSSO ഈസ് ഇനീഷ്യേറ്റഡ് ഇൻ ദ ഇയർ 1950 ഈസ് എ നാഷണൽ വൈഡ് ലാർജ് സ്കെയിൽ കണ്ടിന്യൂസ് സർവേ ഓപ്പറേഷനാണ്. ഇറ്റ്സ് എ ലാർജ് സ്കെയിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പൈലറ്റ് സ്കെയിൽ സർവേ ഉണ്ട്, ലാർജ് സ്കെയിൽ സർവേ ഉണ്ട്. NSSOൻ്റെ ഒക്കെ ലാർജ് സ്കെയിലാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പോസൽ ഓഫ് PC മഹൽനോബിസ്. അതാണ് PC മഹൽനോബിസിൻ്റെ പ്രൊപ്പോസൽ പ്രകാരമാണ് എന്ത് നടന്നിരിക്കുന്നത്? ഈ ഒരു NSS നാഷണൽ സാമ്പിൾ സർവേ. ഹു ഈസ് PC മഹൽനോബിസ്? പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ മഹൽനോബിസ് ആണെങ്കിൽ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു ഉണ്ടാവുമല്ലോ, ഫാദർ ഉണ്ടാവുമല്ലോ, അത് R.A. ഫിഷറാണ്. R.A. ഫിഷർ. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന നോളജുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേൾഡ് ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് R.A. ഫിഷറും ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് PC മഹൽനോബിസുമാണ്. PC എന്ന് പറഞ്ഞാൽ പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ്. ഓക്കെ. The Directorate of NSSO has been responsible for carrying out the field work in all area except the state of West Bengal and Bombay City. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? The Directorate of NSSOൻ്റെ ഡയറക്ടറേറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ carrying out the field work in all area. ഇന്ത്യൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഫീൽഡ് വർക്ക് നടത്തുന്നത് ആരാ? ഈ NSSO ആണ്. എവിടെ ഒഴികെ? എക്സെപ്റ്റ് വെസ്റ്റ് ബംഗാൾ ആൻഡ് ബോംബെ സിറ്റി. അവിടുത്തെ പ്രത്യേകത എന്താ? വേർ ദ ഫീൽഡ് വർക്ക് വാസ് ക്യാരിഡ് ഔട്ട് ബൈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാൻ പറ്റൂലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് വരുന്നിടത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. അപ്പം വെസ്റ്റ് ബംഗാളും ബോംബെ സിറ്റിയിലും ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഡാറ്റ ഫീൽഡ് വർക്ക് നടത്തുന്നതും ഡാറ്റ കളക്ട് ചെയ്യുന്നതൊക്കെ NSSO ആണ്. പക്ഷേ വെസ്റ്റ് ബംഗാളിലും ബോംബെ സിറ്റിയിലും മാത്രം ആരാ നടത്തുന്നത്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് PC മഹൽനോബിസ് ആണ്. ISIൻ്റെ ദ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO ഹെഡഡ് ബൈ ദ ഡയറക്ടർ ജനറൽ. അതിനൊരു ആരുണ്ടാവും? NSSOനൊരു ഡയറക്ടർ ജനറൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ട് ഓഫ് ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേ ഇൻ ഡൈവേഴ്സ് ഫീൽഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. എല്ലാ ഫീൽഡിലും വെച്ചിട്ട് എന്ത് നടത്തുന്നത്? ഡയറക്ടർ ജനറലാണ്, റെസ്പോൺസിബിൾ ആണ് അതിന് NSSOൻ്റെ. അപ്പോൾ ആ വലിയൊരു പോസ്റ്റാണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. പ്രൈമർലി ഡാറ്റ ആർ കളക്റ്റഡ് ത്രൂ നാഷൻ വൈഡ് ഹൗസ് ഹോൾഡ് സർവേസ് ഓൺ വേരിയസ് സോഷ്യോ എക്കണോമിക് സബ്ജക്റ്റ്. പ്രൈമറി ഡാറ്റ
പ്രൈമറിലി നമ്മൾ ഡാറ്റ കളക്ട് ഓരോ വീട്ടിലും പോയി നമ്മൾ ചോദിക്കുന്നതാണ് ചോദ്യങ്ങൾ. എത്രയാണ് ഇവിടുത്തെ വരുമാനം, ഇവിടെ എത്ര കുട്ടികളുണ്ട്, എത്ര മുതിർന്നവരുണ്ട്, ഓരോരുത്തരുടെയും വയസ്സ് എത്രയാണ്, ഓരോരുത്തർക്കുള്ള വരുമാനം എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോഷ്യോ, ഇവിടെ ഓരോരുത്തരും എത്ര പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ചോദിക്കില്ലേ നമ്മളൊരു പോപ്പുലേഷൻ സെൻസസിന് വരുമ്പോൾ. ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം. ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എക്സെട്ര, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൈമറി ഡാറ്റയിൽ നമ്മൾ കളക്ട് ചെയ്യും. ബിസൈഡ് ദീസ് സർവേ, NSSO collects data on rural and urban prices, plays a significant role in the improvement of crop statistics. ഓരോ സ്ഥലത്തും കൃഷി ചെയ്യുന്നത്, ഏതൊക്കെ ക്രോപ്പുകളാണ് കൃഷി ചെയ്യുന്നത്, അത് എപ്പോഴൊക്കെയാണ് വിളവെടുക്കുന്നത്, എത്ര yield-ആണ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളെ എക്കണോമിക് സർവേ ആയിട്ട് ബന്ധപ്പെടും. കാരണം അതൊക്കെ എന്താ തരുന്ന, നമുക്ക് വരുമാനം തരുന്ന കാര്യങ്ങളാണ് ഈ ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ്. ത്രൂ സൂപ്പർവിഷൻ ഓഫ് ദി ഏരിയ എന്യൂമറേഷൻ ആൻഡ് ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ ഓഫ് സ്റ്റേറ്റ് ഏജൻസീസ്. സ്റ്റേറ്റിന് ഓരോ ഏജൻസികളുണ്ടാവും. ഇതൊക്കെ സർക്കാരിൻ്റെ ഏജൻസികളാണ്. സെൻട്രലൈസ്ഡ് സ്കീമുകളാണ് ഉണ്ടാവുക. ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ് എ ഫ്രെയിം ഓഫ് അർബൻ ഏരിയ യൂണിറ്റ്സ് ഫോർ യൂസ് ഇൻ സാമ്പിൾ സർവേ ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അത് നമുക്ക് പറയാനുള്ളത്. ഇനി NSSOൻ്റെ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. NSSOൻ്റെ ഡിവിഷൻസ്, മറ്റേ ഡിവിഷൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. NSSOന് 4 ഡിവിഷൻസാണ് ഉള്ളത്. 4 ഫങ്ഷൻസാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NSSO ഹാസ് 4 ഡിവിഷൻ. ഒന്നാമത്തത് സർവേ ഡിവിഷൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, പോയി സർവേ ചെയ്യണം. അതിൽ റിസർച്ച് വേണം നമുക്ക്. അങ്ങനെ ഓർത്തിരിക്കുക. ഫസ്റ്റ് അങ്ങനെയാണല്ലോ വരേണ്ടത്. SDRD എന്ന് പറയുന്നത് സർവേ ഡിവിഷൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. ദിസ് ഡിവിഷൻ ലൊക്കേറ്റഡ് അറ്റ് കൊൽക്കത്ത. ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ISI ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരിക്കണം എന്ത് വരുന്നത്, സർവേ ഡിസൈൻ എങ്ങനെ വേണം എന്ന്, സർവേ എങ്ങനെയാണെന്നുള്ള ഡിസൈൻ ചെയ്യുന്നതൊക്കെ എവിടെ നിന്നാണ്. അതൊരു പക്കാ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറിയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഏത് ഡിസൈനാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് അതിനെ റിസർച്ചിന് ഡിവിഷൻ ചെയ്യേണ്ടത്. റിസർച്ച് മീൻസ് നമുക്ക് എന്താണോ വേണ്ടത് റീസെർച്ച് ചെയ്യുന്നത്, അതൊക്കെ എവിടുന്നാണ് പറ്റുക, അത് സ്റ്റാറ്റിസ്റ്റിക്സ് തിയറിയാണോ വേണ്ടത് അവിടെ, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ തിയറി വേണമെങ്കിൽ അത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അവിടെയല്ലേ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരെല്ലാവരും ഉള്ളത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ എന്ത് വരുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ ഓർത്തിരിക്കണം. സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷനാണ് ലൊക്കേറ്റഡ് അറ്റ് കൊൽക്കത്ത. ഇതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരാറുണ്ട് എക്സാമിന്. ഈസ് റെസ്പോൺസിബിൾ ഫോർ ടെക്നിക്കൽ പ്ലാനിങ് ഓഫ് സർവേ. അപ്പോൾ ആദ്യം നമുക്ക് പ്ലാൻ ചെയ്യണം ഈ സർവേ എങ്ങനെ നടത്തണം, ഏതൊക്കെ സാമ്പിൾസ് യൂസ് ചെയ്യണം. അതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റില്ലല്ലോ. അത് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്ന ആളുകളൊക്കെ കൊൽക്കത്തയിൽ ISIയിലാണ് ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. ഫോർമുലേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനീഷൻസ്. ഫോർമുലേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ഡെഫിനീഷൻസ്. അപ്പോൾ ആ ഡെഫിനീഷനും കൺസെപ്റ്റുകളൊക്കെ ഫോർമുലേഷൻ ചെയ്യണമെങ്കിൽ അത് എല്ലാവർക്കും പറ്റില്ല. സാമ്പിളിംഗ് ഡിസൈൻ. സാമ്പിളിങ്ങിന് പലതരം ഡിസൈൻ ഉണ്ട് അല്ലേ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിങ്, പിന്നെ ഏതാണുള്ളത്, അങ്ങനെയുള്ള സാമ്പിളിംഗ് ഡിസൈനുകളൊക്കെ ഉണ്ടാക്കുന്നതും സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷനാണ് കൊൽക്കത്തയെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഡിസൈനിങ് ഓഫ് എൻക്വയറി ഷെഡ്യൂൾസ്, ഡ്രോയിങ് അപ്പ് ഓഫ് ടാബുലേഷൻ പ്ലാൻ, അനാലിസിസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് സർവേ റിസൾട്ട്സ്, ഇതൊക്കെ പക്കാ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതെവിടെയുള്ളത്, സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷനാണ് NSSOൻ്റെ ഫസ്റ്റിലത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്. SDRD ലൊക്കേറ്റഡ് അറ്റ് കൊൽക്കത്ത. ഇനി സർവേ ഒക്കെ ഡിസൈൻ ചെയ്തു, ഏത് തരത്തിലുള്ള സർവേ നമ്മൾ യൂസ് ചെയ്യണം, അതിൽ എന്തൊക്കെ സെർച്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഫീൽഡിൽ പോയി വർക്ക് ചെയ്യണം. ഫീൽഡിൽ പോയി എന്ത് ചെയ്യണം, ഇത്രയും ഡാറ്റകൾ കളക്ട് ചെയ്യണം.